നടപ്പാക്കിയിട്ടുള്ള ലേബർ കോഡിൽ കേന്ദ്ര ഗവൺമെന്റ് തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള ഒരു പോരാട്ടമായി പരിപാടിയാണിന്നിവിടെ നമ്മൾ സംഘടിപ്പിച്ചുള്ളത്. ഇപ്പം നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യത്ത് 23ഓളം വരുന്ന ദേശീയ പണിമുടക്കുകൾ രാജ്യം അഭിമുഖീകരിക്കേണ്ടായി. ഏറ്റവും അവസാനമായി നടന്നിട്ടുള്ള ദേശീയ പണിമുടക്കിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗം മുന്നോട്ട് വച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളൊന്നായിരുന്നു തൊഴിൽ നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക എന്നുള്ളത്. എന്നാൽ രാജ്യത്ത് 25 കോടിയോളം വരുന്ന തൊഴിലാളികൾ ഈ ആവശ്യം ഉന്നയിച്ച് സമരം ചെയ്തിട്ടും ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ഈ ലേബർ കോഡുമായി മുന്നോട്ട് പോകുമെന്നുള്ള പ്രഖ്യാപനമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ തൊഴിലാളി സഖാക്കളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടി ഇന്ത്യയിലെ തൊഴിലാളികളെ ഒന്നടങ്കം തന്നെ അടിമസമാനമായ അവസ്ഥയിലേക്ക് എടുത്തെറിയുന്ന ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ പോലും ഇന്ത്യൻ തൊഴിലാളികൾക്ക് ഒരുപാട് അവകാശങ്ങൾ നൽകിയിരുന്നു. ഇന്ത്യ രാജ്യത്ത് ഉയർന്നു വന്ന ഒരുപാട് പ്രക്ഷോഭങ്ങളുടെ ഫലമായി 1900-ന്റെ തുടക്കം മുതൽ തന്നെ ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആനുകൂല്യങ്ങൾ ഒന്നടങ്കം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ രൂപത്തിൽ ഇന്ത്യയിലെ തൊഴിലാളി വർഗത്തെ പരിമപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം മോഡി സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ മെയ് ദിനമൊക്കെ ആഘോഷിച്ചവരാണ് നമ്മൾ. മെയ് ദിനത്തിന്റെ പശ്ചാത്തലത്തിൽ 8 മണിക്കൂർ ജോലിയും 8 മണിക്കൂർ വിനോദവും 8 മണിക്കൂർ വിശ്രമവും ഇന്റർനാഷണൽ ലോ അംഗീകരിച്ച ഇന്റർനാഷണൽ ILO അംഗീകരിച്ച പ്രകാരമാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇപ്പം എന്താ സ്ഥിതി? നാരായണമൂർത്തിയെ പോലുള്ള കോർപ്പറേറ്റുകൾ പറയുന്നു ഈ നമുക്കിപ്പോൾ ആഴ്ചക്ക് 7 മണിക്കൂറാണ്, 7 ദിവസം, അതിൽ 6 ദിവസമേ പറയുന്നത് ഞായറാഴ്ച അവധിയാണ്. ഞായറാഴ്ച അവധി പോലും വേണ്ടതില്ല തൊഴിലാളികൾക്ക്. ഞായറാഴ്ച അവധി ഭാര്യമാരോട് കിന്നാരം പറയാനാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് 6 ദിവസമാണ് ജോലി, 48 മണിക്കൂറാണ് ഇന്ത്യയിലെ തൊഴിലാളികൾ ഇപ്പോൾ ജോലി ചെയ്തിരിക്കുന്നത്. ഇൻഫോസിസിന്റെ ചെയർമാൻ പറയുന്നു അത് 90 മണിക്കൂറായി വർദ്ധിപ്പിക്കണം എന്നാണ് പറയുന്നത്. ഇത് ലോകവ്യാപകമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഡെവലപ്മെന്റോട് കൂടിയിട്ട് ലോകത്ത് മുഴുവൻ തന്നെ ഇപ്പം എന്താ ചെയ്തത്? തൊഴിലാളികൾ വളരെ ചുരുങ്ങിയ സമയം ജോലി ചെയ്യേണ്ടതുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ സ്ഥിതി? തൊഴിലാളികളുടെ മണിക്കൂറുകൾ, തൊഴിലിന്റെ മണിക്കൂറുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ വലിയ രൂപത്തിലെ പ്രക്ഷോഭങ്ങളുമായി മുന്നോട്ട് പോകാൻ CIT തീരുമാനിച്ചിട്ടുണ്ട്. ആ തീരുമാനത്തിന്റെ ഭാഗമായിക്കൊണ്ട് സമരം എന്ന രൂപത്തിൽ 30 കോടി ജനങ്ങൾ പങ്കെടുക്കുന്ന സമരം നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇപ്പോൾ സമരം ലേബർ കോഡിന്റെ കോപ്പികൾ കത്തിച്ചുകൊണ്ട് നടത്തുന്ന ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാ തരത്തിലും ഈ സമരവുമായി മുന്നോട്ട് വരുന്ന ഓരോരുത്തരും അഭ്യർത്ഥിക്കുകയാണ്. തൊഴിലാളി ജനവിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കുക. തൊഴിലാളി ജനവിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കുക. മോഡി സർക്കാർ മുർദാബാദ്. മോഡി സർക്കാർ മുർദാബാദ്. ഇൻക്ലാബ് സിന്ദാബാദ്. CITU സിന്ദാബാദ്. എന്നെമ്പാടും സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ, തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ ഒന്നിച്ചൊന്നായി പോരാടാൻ അണിചേർന്നിടുക തൊഴിലാളികളെ, അണിചേർന്നിടുക തൊഴിലാളി. ജനവിരുദ്ധ ലേബർ കോഡ് പിൻവലിക്കുക. ഇൻക്ലാബ് സിന്ദാബാദ്.